സാധാരണക്കാരായ കർഷകരെ ഈ കേസിൽ പെടുത്തുന്നത് എന്തുകൊണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചെറുപ്പക്കാരന് PDPP ആക്ട് ആണ്, ഈ PDPP ആക്ട് ആണ്. ഈ ചെറുപ്പക്കാരൻ ചെയ്ത് എന്തോ കുറ്റകൃത്യം? 3 പേരെ അറസ്റ്റ് ചെയ്താക്കണേ. എന്റെ ചേട്ടനും ഞങ്ങൾ 3 സഹോദരങ്ങളെ ഞാൻ നഷ്ടപരിഹാരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കുന്നു പറയുന്നുണ്ട്. 50 ലക്ഷം ശുപാർശ. അത് എത്ര സമരം ചെയ്തിട്ട് എന്തുകൊണ്ട് ആദ്യം തന്നെ ആ നടപടി സ്വീകരിക്കാൻ പറ്റും? ശരി. അപ്പൊ PDPP ആക്ട് കർഷകരെ ദ്രോഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി ഈ നഷ്ടപരിഹാരം കൊടുത്തത് സമരം ചെയ്തിട്ടാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബോധ്യമാണ്. സമരത്തിലൂടെ അല്ല നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡിസംബർ മാസം 9-ാം തീയതിയാണ് പൂതാടി പഞ്ചായത്തിൽ, എന്റെ പഞ്ചായത്തിൽ പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കടുവ പിടിച്ചത്. സമരം ചെയ്തിട്ടല്ല 10 ലക്ഷം രൂപ കൊടുത്തത്. സമരം ചെയ്തത് 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 ലക്ഷം രൂപ ഓൾറെഡി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനം കേരളത്തിലുണ്ട്. ആ 10 ലക്ഷം രൂപ കൊടുക്കുകയും ബാക്കി 40 ലക്ഷം രൂപയ്ക്ക് കളക്ടർ അധ്യക്ഷയായിട്ടുള്ള ജില്ലാ ഭരണകൂടം ഗവൺമെന്റിലേക്ക് ശുപാർശ അയക്കുകയും ചെയ്യുക. അതാണ് ഇവിടെ നടന്ന. കർണാടകയിൽ നിന്ന് 15 ലക്ഷം രൂപ സ്വിച്ചിട്ടതുപോലെ വന്നല്ലോ. അത് കൊടുത്തില്ലല്ലോ. അത് കൊടുക്കാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട വക്കീലിന്റെ പാർട്ടി തടഞ്ഞത്. അതുകൊണ്ടാണ് വീട്ടുകാരത് വേണ്ടെന്ന് പറഞ്ഞു. അവരുടെ കണ്ണുനീര് വീട്ടുകാരത് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അവരത്. മിസ്റ്റർ ജയൻ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവർ കേരളത്തിലെ ഈ പറഞ്ഞ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞ ആളുകൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ആരുടെ പണം? കേന്ദ്ര സർക്കാർ. ഒരു രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. വക്കീലിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരു രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. ഒരു രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. 16,000 വക്കീലിനെ ചലഞ്ച് ചെയ്യാണ്. ഒരു രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. കേട്ടു. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ പണമുണ്ടോ? കേന്ദ്രത്തിന്റെ പണമാണ്. ഒരു രൂപ കേന്ദ്രത്തിന്റെ ഇല്ല. പണമാണ് ഈ 10 ലക്ഷം രൂപയായി കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി കേന്ദ്രം കൊടുക്കുന്നത്. കേന്ദ്രത്തിന് ഫണ്ടുണ്ടോ? കേന്ദ്രത്തിന് ഫണ്ടില്ലല്ലോ. കാര്യം ഇത് ഫോറസ്റ്റ് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പല്ലേ. ഫോറസ്റ്റ് കൺകറന്റ് ലിസ്റ്റിലാണ്. അതെങ്ങനെ ഫണ്ട് കൊടുക്കുക? സംസ്ഥാന കേന്ദ്ര സർക്കാർ കോമ്പൻസേഷൻ വന്യജീവി ആക്രമണത്തിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. കേന്ദ്ര നിയമം ആയിക്കോട്ടെ. പക്ഷേ കോമ്പൻസേഷൻ ആരാണ് കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇതേ പണം കൊടുക്കണ്ടേ? കൊടുക്കുന്നില്ലല്ലോ. എല്ലായിടത്തും കൊടുക്കുന്നില്ല. പുറമേ അതായത് കേന്ദ്രത്തിന്റെ പണമാണ് 10 ലക്ഷം എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ പറയുന്നു കേന്ദ്രത്തിന്റെ അല്ല. ഒരു രൂപ പോലും കേന്ദ്രത്തിന്റെ അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു രൂപ പോലും കേന്ദ്രത്തിന്റെ അല്ല. ശരി. ദിലീപ് രൂപ പോലും കേന്ദ്രത്തിന്റെ അല്ല. 2 നേതാക്കന്മാരോടുമുള്ള കർഷകരുടെ ചോദ്യമാണ്. ഒപ്പം ഈ പ്രതിനിധിയുടെ രാഷ്ട്രീയ ചോദ്യവും. അത് പൂർത്തീകരിക്കാൻ വേണ്ടി സമയം തന്നില്ല. അതിലേക്ക് വരാം. അതിന് മുമ്പ് പറഞ്ഞോളൂ ദിലീപ്. പറഞ്ഞോ. നമ്മളിപ്പോ കർഷകർക്ക് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം, ആ വിഷയത്തിനൊപ്പം എന്നും UDF നിന്നിട്ടുണ്ട്. ഇവിടെ നടന്ന സമരത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ബഹുമാനായ നമ്മുടെ MLA അദ്ദേഹത്തിന്റെ കൊച്ചച്ഛൻ ക്യാൻസർ രോഗി തലശ്ശേരിയിൽ കിടക്കുന്നത് കാണാൻ പോകുന്ന വഴിക്കാണ് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങി പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ബോഡി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ആ കർഷകരുടെ ഒപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. കോൺഗ്രസ് എക്കാലവും കർഷകർക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് ഈ സംവാദത്തിനുള്ള ധൈര്യം തരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഐക്യമുന്നണിക്കൊപ്പം മുഴുവൻ ജനങ്ങളും അണിനിരക്കുമെന്നത് ഒരു സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 7 മാസമായി പെൻഷൻ കൊടുത്തിട്ട് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. 3-ാം ഗഡു വന്നിട്ടില്ല. 2-ാം ഗഡു കൊടുത്തതിന്റെ ബില്ല് ട്രഷറി കെട്ടിക്കിടക്കാണ്. ഇങ്ങനെ ഒരു ഭരണത്തിന് ഇനി പിന്തുണ ജനം കൊടുക്കുമോ? ഇങ്ങനെ ഒരു ഭരണത്തിന് അപ്പൊ ധനപ്രതിസന്ധി തെരഞ്ഞെടുപ്പിലൊരു വിഷയമാണ്, വലിയൊരു വിഷയമാണ്. പെൻഷൻ കൊടുക്കാത്തൊരു വിഷയമാണ്. ആളുകൾക്ക് ഒരു നിവൃത്തിയില്ല. ഇന്ന് സപ്ലൈകോയിൽ നമുക്കറിയാം അവശ്യ സാധനങ്ങളില്ല. അവിടെ വിലക്കയറ്റമാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി കേരളത്തിലെ ജനം.